all, welcome to One's Coaching. Now we will discuss the topic Kerala Technological University electrical students digital electronic subject detailed question paper solution program. Last class already we discussed module 4 in part A session. Now we will discuss the same module 4 in part B, that is essay question. Start here. First question. First question is module 4 in A, B, two part total 14 mark in the question module 4, that is part B, all module two part. First part is what is race around condition of a JK flip-flop? Suggest a method to avoid race around condition of JK flip-flop. That is JK flip-flop in a condition race around condition ennu parayunna. Appo endana race around condition ennallu explain cheyan paranjittunde. At the same time suggest a method to avoid race around condition of a JK flip flop. Appo endana first race around condition ennallu ariyanam. Rendamathe part ennu parayunnathu design and implement a JK flip flop using D flip flop. Adayathu design cheyan paranjirikkunna endu JK flip flop design cheyanam using D flip flop. JK flip flop kittanam D flip flop use cheyidittu. Okay. So first question നോക്കാം, എന്താണ് race around condition എന്നുള്ളത് അറിയണം. Race around condition. So നമ്മുടെ JK flip flopനകത്ത് ഓൾറെഡി നമ്മൾ ട്രൂത്ത് ടേബിൾ പറഞ്ഞതായിരുന്നു. ജസ്റ്റ് ട്രൂത്ത് ടേബിൾ എഴുതാം. JK പാർട്ട് എക്കകത്ത് സെയിം ട്രൂത്ത് ടേബിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. JK flip flopന്റെ ഇതായിരുന്നു നമ്മളുടെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് പാർട്ട് എയിലകത്ത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു, ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് S is equal to 1, R is equal to 1 എന്ന് പറയുന്നത് ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ ആ ഒരു ഇൻവാലിഡ് സ്റ്റേറ്റിനെ വാലിഡ് സ്റ്റേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കേസിൽ ഇഫ് J is equal to 1 and K is equal to 1 provided clock is equal to 1. അതായത് JK ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് J1 ആണ്, K1 ആണ്, അറ്റ് ദ സെയിം ടൈം ക്ലോക്ക് 1 ആവുന്ന കേസിനെ പറയുന്നതായിരുന്നു എന്ത്, ടോഗിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. ടോഗിൾ കണ്ടീഷൻ. സോ ടോഗിൾ കണ്ടീഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് ഇതാണ്, എന്ത്, ദാറ്റ് ഈസ് പ്രീവിയസ്ലി ഉള്ള സ്റ്റേറ്റ് എന്താണോ അതിൻ്റെ ഇൻവേർട്ടഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റഡ് ആയിട്ടായിരിക്കും വരിക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ QN പ്രസൻറ്റ് സ്റ്റേറ്റിനെ ഞാനിവിടെ 0 ആണ് കൊടുത്തതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ upon the input J is equal to 1, K equal 1 with clock is equal to 1, നെക്സ്റ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള QN plus 1 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, 1 ആയിട്ട് മാറും. സിമിലർലി ഇഫ് QN is equal to 1, next upon J equal 1, K equal 1 and clock is equal to 1, QN plus 1 will be equal to 0. അപ്പോൾ 0 1 ആവും, 1 0 ആവും. ഇപ്പോൾ J equal 1, K equal 1, clock equal 1. പക്ഷേ ഈ ഒരു ടോഗിളിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് അൺസേർട്ടൺ ഇൻ നേച്ചർ ഓർ ഇറ്റ് ഈസ് നോട്ട് സ്റ്റേബിൾ ഇൻ നേച്ചർ. അതായത് J equal 1, K equal 1, ക്ലോക്ക് ഈക്വൽ 1 കൊടുക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് വരും, ഔട്ട്പുട്ട് ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് J equal 1, K equal 1 ഞാൻ കൊടുത്തു, ക്ലോക്ക് 1 ആണ്, ഓൾവേസ് ഹൈ ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെയാവുമ്പോൾ ഇനീഷ്യലി 0 ആയത് എന്തായി, ഹൈ ആയിട്ട് മാറി. എഗെയിൻ വീണ്ടും അടുത്ത ക്ലോക്ക് വരുമ്പോൾ എന്തായി, അത് ഹൈ നിന്ന് ലോ ആയി. എഗെയിൻ നെക്സ്റ്റ് വരുമ്പോൾ എന്തായി, ലോ നിന്ന് വീണ്ടും ഹൈ ആയി, ഹൈ നിന്ന് ലോ ആയി, ലോ നിന്ന് ഹൈ ആയി, ഹൈ നിന്ന് ലോ ആയി. ഈ രീതിയിൽ എന്ത് വരും, ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതാണ് എന്ത് പറയുന്നത്, ടോഗിളിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ റേസ് അറൗണ്ട് കണ്ടീഷൻ മീൻസ് ദാറ്റ് വെൻ J is equal to 1, K equal 1 and clock is equal to 1, output toggles. So when the output is toggles or when the clock is applied for a long period of time, ഇതിനകത്ത് വരുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇറ്റ് ഈസ് നോട്ട് സർട്ടൺ ഇൻ നേച്ചർ. ഔട്ട്പുട്ട് 0യും അല്ല 1ഉം അല്ല. ഇങ്ങനെ എന്താണ്,
ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്? റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. നോക്കാം, ദാറ്റ് ഈസ് ഫോർ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇഫ് ജെ ഈക്വൽ കെ ഈക്വൽ 1 ആൻഡ് ക്ലോക്ക് ഈക്വൽ 1 for a long period of time, then output Q will toggle as long as clock remains high, which makes the output unstable and uncertain. അതായത് ഏത് ടൈം വരെയാണോ ക്ലോക്ക് ഹൈ വരുന്നത് അത്രയും ഡ്യൂറേഷനിൽ എന്തായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? അൺസ്റ്റേബിൾ ആണ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ അൺസേർട്ടൺ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? നമ്മളുടെ റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ സർക്യൂട്ട് യൂസ്ഡ് ടു ഓവർകം ദ റേസ് അറൗണ്ട് കണ്ടീഷൻ. ആ ക്വസ്റ്റ്യനകത്ത് എന്താണ് റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് സ്റ്റേറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്താണ്? സജസ്റ്റ് എ മെത്തേഡ് ടു അവോയ്ഡ് റേസ് അറൗണ്ട് കണ്ടീഷൻ. റേസ് അറൗണ്ട് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള മെത്തേഡാണ് പറയുന്നത്. അപ്പം അതിനകത്ത് വരുന്നത് എന്താണ്? ഒരു മെത്തേഡാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. പിന്നെയും മെത്തേഡ്സ് ഉണ്ട്. എന്താണ്? എഡ്ജ് ട്രിഗറിങ് മെത്തേഡ്, നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് മെത്തേഡ് യൂസ് ചെയ്യാം. നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമ്മളുടെ റേസ് അറൗണ്ട് കണ്ടീഷൻ ഓവർകം ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ കൂട്ടിയിട്ട് എന്താണ് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും പ്രൊപ്പഗേഷൻ ഡിലേ കൂട്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റേസ് അറൗണ്ട് കണ്ടീഷൻ ഓവർകം ചെയ്യാം. പക്ഷേ പ്രൊപ്പഗേഷൻ ഡിലേ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ സർക്യൂട്ടിൻ്റെ പെർഫോമൻസിനെ അത് എഫക്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നതാണ് എന്ത്? മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. സോ റേസ് അറൗണ്ട് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യുന്ന മെത്തേഡാണ്, അല്ലെങ്കിൽ മെത്തേഡാണ് എന്ത്? മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി എന്താണ് മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഏത് മെത്തേഡാണോ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ആ മെത്തേഡിൻ്റെ എക്സ്പ്ലനേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് തന്നെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ എന്താണ് മാസ്റ്റർ സ്ലേവിനകത്ത് എന്താണ്? മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് മീൻസ് ദാറ്റ് ദർ വിൽ ബി 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ്ഡ്. മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഒരെണ്ണം മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് ആക്ട് ചെയ്യും, രണ്ടാമത്തെന്ന് പറയുന്നത് സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. സോ 1 വിൽ ബി എ മാസ്റ്റർ, അനദർ വിൽ ബി എ സ്ലേവ്. അതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹിയർ 2 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആർ കണക്റ്റഡ്. 2 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് കണക്ട് ചെയ്യും. എങ്ങനെ? സീരീസ് ആയിട്ട് 2 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് കണക്ട് ചെയ്യും. എങ്ങനെയാണ്? ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്, രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. Again, the output from the master is connected to the 2 inputs of the slave. എങ്ങനെയാണ് വരുന്നത്? മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. അതുപോലെ തന്നെ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ഇതാണ് എന്ത് പറയുന്നത്? നമ്മളുടെ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, the output from the master is connected to the 2 input of the slave whose output is feedback to the input of the master. ഫസ്റ്റ് വൺ ആണ് എന്ത്? ഇത് മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ്, സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. മാസ്റ്ററിൽ ഇൻപുട്ട് JK ഇൻപുട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? അതിൻ്റെ ഔട്ട്പുട്ട് Q ബാർ. രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. Q Jയിലോട്ടും Q ബാർ Kയിലോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ഫീഡ്ബാക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലോട്ടാണ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് എന്താണ്? ക്ലോക്ക് പൾസ് കൊടുക്കണം അല്ലേ? സോ ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ഇവിടെ ക്ലോക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ് പൾസ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ അല്ലെങ്കിൽ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ക്ലോക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെഗേറ്റഡ് ക്ലോക്കാണ് എവിടെ അപ്ലൈ ചെയ്യുക? സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ അപ്ലൈ ചെയ്യുക. ഇവിടെ കാരണം കൊടുത്തിട്ടുണ്ട് എന്താണ്? ഒരു നോട്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾക്ക് ഒരു ക്ലോക്ക് ഹൈ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ലോ ആയിട്ടുള്ള ക്ലോക്ക് ആയിരിക്കും റിസീവ് ചെയ്യുന്നത്. അതിനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ്. മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ്. മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് പോസിറ്റീവ് എഡ്ജ് ആണ് ട്രിഗർ ചെയ്യുന്നത്. പോസിറ്റീവ് എഡ്ജ് ആണ് ട്രിഗർ ചെയ്യുന്നതെങ്കിൽ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് is negative edge triggered. മാസ്റ്റർ പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡും നെഗറ്റീവ്
സ്ലേവിനും ട്രിഗർ ചെയ്യുന്നത്. അതാണ് ഇവിടെ ക്ലോക്ക് ഒരെണ്ണത്തിന് പോസിറ്റീവും മറ്റതിനകത്ത് നെഗറ്റീവും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലോക്ക് ഇവിടെ എഡ്ജ് ട്രിഗേർഡ് ആയതുകൊണ്ട് നമ്മൾ ക്ലോക്ക് ഇവിടെ ബബിൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ വർക്കിംഗ് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് എന്താണ്, വെൻ ക്ലോക്ക് ഗോസ് ഹൈ, ക്ലോക്ക് ഹൈ ആയി എന്ന് വിചാരിക്കാം, ദ സ്ലേവ് ഇസ് ഐസൊലേറ്റഡ്. എന്തുകൊണ്ടാണ് പറയുന്നത്? ഫസ്റ്റ് ക്ലോക്ക് ഇനീഷ്യലി ഹൈ ആണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് ഹൈ റിസീവ് ചെയ്തു, ഇവിടെ നെഗേറ്റഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ക്ലോക്കിനകത്ത് എന്താണ്, 0 ആണ് റിസീവ് ചെയ്ത്. എപ്പോഴാണ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുക? അതിനകത്ത് ക്ലോക്ക് പൾസ് റിസീവ് ചെയ്താൽ മാത്രമേ ഔട്ട്പുട്ട് റെസ്പോണ്ട് ചെയ്യുള്ളൂ. സോ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് എനിക്കിവിടെ 1 ആണ് വന്നതെങ്കിൽ സ്ലേവിൻ്റെ എന്തായിരിക്കും, 0 ആയിരിക്കും. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വെൻ ക്ലോക്ക് ഇസ് ഈക്വൽ ടു ഹൈ, മാസ്റ്റർ വിൽ ബി ആക്ടിവേറ്റഡ് ആൻഡ് സ്ലേവ് വിൽ ബി ഡീആക്ടിവേറ്റഡ് ഓർ ഇറ്റ് ഇസ് ഐസൊലേറ്റഡ്. എന്താണ്, സ്ലേവ് അവിടെ വർക്ക് ചെയ്യില്ല, മാസ്റ്റർ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതാണ് വെൻ ജെ ആൻഡ് കെ ക്യാൻ എഫക്ട് ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. അപ്പോൾ എന്താണ്, ക്ലോക്ക് ഹൈ ആയി ജെയും കെയിലും കൊടുക്കുന്ന ഇൻപുട്ട് നോക്കാം, ജെയിലും കെയിലും കൊടുക്കുന്ന ഇൻപുട്ട് ഇവിടെ ക്യൂവിനെയും ക്യൂ ബാറിനെയും എഫക്റ്റ് ചെയ്യും. പക്ഷേ ഇവിടെ ക്ലോക്ക് 0 ആയതുകൊണ്ട് ഇവിടെ ക്യൂവിലും ക്യൂ ബാറിലും എന്ത് വരില്ല, എഫക്റ്റ് വരില്ല. നെക്സ്റ്റ് നോക്കാം, വെൻ ക്ലോക്ക് പൾസ് ഗോ ബാക്ക് ടു 0, അതായത് ഇനീഷ്യലി ക്ലോക്ക് ഇവിടെ ഹൈ ആയിരുന്നത് എന്താണ്, 0 സ്വിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും, തൊട്ട് മുമ്പ് ക്യൂവിലും ക്യൂ ബാറിലും എഫക്റ്റ് ചെയ്തു. J=1 K=1 ഇവിടെ ടോഗിളിംഗ് സംഭവിച്ചിട്ടുണ്ട്. കൺസിഡർ ചെയ്യുക, ഇനീഷ്യലി നമ്മുടെ സ്റ്റേറ്റ് 0 ആണെന്നുള്ളത് വിചാരിക്കുക. വെൻ J=1 K=1 ക്ലോക്ക് ഇസ് ഈക്വൽ ടു 1 മീൻസ് ദാറ്റ് ഇവിടെ ക്യൂ എന്തായി, 1 ആയിട്ട് 0 1 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ 1ഉം ഇവിടെ 0യുമാണ് എന്ത് ചെയ്യുന്നത്, എനിക്ക് അവൈലബിൾ ആവുന്നത്. അപ്പോൾ 1ഉം 0യും, അപ്പോൾ നെക്സ്റ്റ് ക്ലോക്ക് കിട്ടി, അതായത് നെക്സ്റ്റ് ക്ലോക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനീഷ്യലി ഹൈ ആയിട്ടുള്ളത് 0 ആയി. അപ്പോൾ എന്താണ്, ഇതിവിടെ ആക്ടിവേറ്റ് ചെയ്യില്ല, ഡീആക്ടിവേറ്റ് ചെയ്യും. രണ്ടാമത്തെ സ്ലേവ് ഇവിടെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ സ്ലേവ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ക്യൂ ഇസ് ഈക്വൽ ടു 1 വരും, ക്യൂ ബാർ ഇസ് ഈക്വൽ ടു 0 വരും. അതാണ് എന്ത് വരുന്നത്, നമ്മളുടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, J=1 എന്ന് വെച്ചാൽ സെറ്റിംഗ് കണ്ടീഷനാണ്. അപ്പോൾ എന്ത് വരും, Q=1 ക്യൂ ബാർ ഈക്വൽ 0 ആയി. നോക്കാം നെക്സ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് വെൻ ക്ലോക്ക് പൾസ്, CP എന്ന് പറയുന്നത് ക്ലോക്ക് പൾസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ക്ലോക്ക് പൾസ്. That is when clock pulse goes to 0, information is transmitted from the master flip flop to slave flip flop and output is obtained. അതായത് ക്ലോക്ക് 0 ആവുന്ന കേസിലാണ് മാസ്റ്ററിൽ നിന്നും ഇൻഫർമേഷൻ സ്ലേവിലോട്ട് കിട്ടി, സ്ലേവ് വർക്ക് ചെയ്തിട്ട് ഔട്ട്പുട്ട് റിസീവ് ചെയ്യുന്നുള്ളൂ. ആസ് മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇസ് പോസിറ്റീവ് ട്രിഗേർഡ്, ഇറ്റ് റെസ്പോണ്ട് ടു ഫസ്റ്റ്, ആൻഡ് സ്ലേവ് ഇസ് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ്, ഇറ്റ് റെസ്പോൺസ് ടു ലേറ്റർ. അതായത് മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്നത്, കാരണം അത് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണ്. സ്ലേവ് അതിന് ശേഷമേ റെസ്പോണ്ട് ചെയ്യുള്ളൂ, കാരണം അതെന്താണ്, നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണ്. ദ മാസ്റ്റർ ഗോസ് ടു ദ കെ ഇൻപുട്ട് ഓഫ് ദ സ്ലേവ് വെൻ J is equal to 0 and K equal 1. അതായത് മാസ്റ്റർ ഗോസ് ടു ദ കെ ഇൻപുട്ട്, മാസ്റ്റർ ഗോസ് ടു കെ ഇൻപുട്ട് കൊണ്ട് മീൻ ചെയ്യുന്നതാണ് J=0 K=1 എന്നുള്ള കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ K=1 റീസെറ്റിംഗ് ആക്ഷൻ ആണ് നടക്കുക. റീസെറ്റിംഗ് ആക്ഷൻ നടക്കുമ്പോൾ എന്താണ്, മാസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, കെയുടെ വാല്യൂ എന്താണ്, 0, ദാറ്റ് ഈസ് റീസെറ്റിംഗ് ആണ് നടക്കുക. ആൻഡ് ഓൾസോ ക്യൂ ബാർ ഇസ് ഈക്വൽ ടു 1 വരും. ക്യൂ ബാർ ഈക്വൽ 1 എന്ന് മീനിങ് എന്താണ്, റീസെറ്റിംഗ് നടന്നു, റീസെറ്റിംഗ് നടന്ന ക്യൂ ഇസ് ഈക്വൽ ടു 0യും ക്യൂ ബാർ ഈക്വൽ 1ഉമാണ് വരുന്നത്. ഇൻ ദിസ് കേസ് സ്ലേവ് കോപ്പീസ് ദ ഇൻഫർമേഷൻ, കോപ്പീസ് ദ മാസ്റ്റർ ആസ് ദ ക്ലോക്ക് ഫോഴ്സസ് ദ സ്ലേവ് ടു റീസെറ്റ്. അതായത് J=0 K=1 വരുന്ന സമയത്ത് ഇവിടെ നോക്കാം, J=0 K=1 വരുന്ന സമയത്ത് എന്താണ്, റീസെറ്റിംഗ് ആക്ഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ റീസെറ്റിംഗ് ആക്ഷൻ നടക്കുമ്പോൾ ഇവിടെ എന്ത് വന്നു, ക്യൂ റീസെറ്റായി. അപ്പോൾ 0യും 1ഉം വന്നു. 0 ഇവിടെ റിസീവ് ചെയ്തു, 1 ഇവിടെ റിസീവ് ചെയ്തു. സ്ലേവിനകത്ത് എപ്പോഴാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്, നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് വരുമ്പോൾ. നെഗറ്റീവ് എഡ്ജ് വരുമ്പോൾ ഇതെന്തായി, ഇത് ഡീആക്ടിവേറ്റഡ് ആയി, സ്ലേവ് ആക്ടിവേറ്റഡ് ആയി. അപ്പോൾ എന്താണ്, J=0 K=1 റീസെറ്റിംഗ് ആക്ഷൻ വന്നു, ഇവിടെ 0യും 1ഉം ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് കേസ് നോക്കാം. മാസ്റ്റർ ഗോസ് ടു J ഇൻപുട്ട് ഓഫ് ദ സ്ലേവ് വെൻ J=1 K=0. J=1 ആകുമ്പോൾ എന്താണ്, സെറ്റിംഗ് ആക്ഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ എന്ത് വരും, Q=1 വരും, Q bar is equal to 0 വരും. Clock is set due to negative transition of the clock. Third, there is a set state of toggle. Toggle case ആണ് ഇമ്പോർട്ടൻ്റ് ഇതിനകത്ത് വരുന്നത്. J=1 K=1. J=1 K=1 വരുമ്പോൾ
on the negative transition of the clock, slave toggles and the master toggles on the പോസിറ്റീവ് ട്രാൻസിഷൻ ഓഫ് ദ ക്ലോക്ക്. അതായത് ഈവൻ ദോ അതിനകത്ത് J=1 K=1 ടോഗിളിംഗ് ആണെങ്കിലും എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ക്ലോക്കിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ടോഗിളിംഗ് നടക്കുന്നുള്ളൂ. സോ ഒരെണ്ണം പോസിറ്റീവ് ട്രിഗേർഡ് ആകുമ്പോഴാണ് ടോഗിളിംഗ് നടക്കുന്നത്, മറ്റേത് നെഗറ്റീവ് ട്രിഗേർഡ് ആകുമ്പോഴാണ് ടോഗിളിംഗ് നടക്കുന്നത്. അപ്പോൾ എന്ത് വരും? ആ ഒരു ട്രാൻസിഷൻ, ക്വിക്കായിട്ടുള്ള അൺസേർട്ടൺ ആയിട്ടുള്ള ഈ ഒരു ട്രാൻസിഷൻ എന്ത് ചെയ്യില്ല? ഔട്ട്പുട്ടിൽ കിട്ടില്ല. എന്തായിരിക്കും? നമുക്ക് എയ്തർ 0 to 1 അല്ലെങ്കിൽ 1 to 0 എന്നുള്ള ഒരു ട്രാൻസിഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. ബോത്ത് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആർ ഡിസേബിൾ വെൻ J=1 K=1 ആൻഡ് Q is unchanged. അതായത് J=0 K=0 വരുന്ന കേസിൽ രണ്ടും എന്തായിരിക്കും? രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്സും ഡിസേബിൾഡ് ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? പ്രീവിയസ് സ്റ്റേറ്റിൽ എന്താണ് ഔട്ട്പുട്ട് കിട്ടിയത് അത് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക. ഇതാണ് എന്ത്? മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് 7 മാർക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. 7 മാർക്സാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് റേസ് അറൗണ്ട് കണ്ടീഷൻ മെൻഷൻ ചെയ്യുന്നതിന് 2 മാർക്സ്, റേസ് അറൗണ്ട് കണ്ടീഷൻ മെൻഷൻ ചെയ്യുന്നതിന് 2 മാർക്സ് വരും. അതുപോലെ തന്നെ ഇതിൻ്റെ സർക്യൂട്ട്, റേസർ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സർക്യൂട്ടിന് 2 മാർക്സ് വരും. നെക്സ്റ്റ് അതിൻ്റെ എക്സ്പ്ലനേഷന് 3 മാർക്സ്. ദാറ്റ് ഈസ് 2 + 2 4 + 3 7. ഈ രീതിയിലാണ് അതിൻ്റെ സ്പ്ലിറ്റപ്പ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് എ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് D ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതായത് ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. എന്ത് യൂസ് ചെയ്തിട്ട്? D ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ട്. നോക്കാം നമുക്കപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ എന്താണ്? JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡെവലപ്പ് ചെയ്യേണ്ടത് D ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ എന്ത് വേണം? ഫൈനലി നമുക്ക് വരേണ്ട ഇൻപുട്ട് എന്ന് പറയുന്നത് Jയും Kയും ആണ് ഇൻപുട്ട് വരേണ്ടത്. അപ്പോൾ J ആൻഡ് K ആർ ദ എക്സ്റ്റേണൽ ഇൻപുട്ട്, D is the actual input to the flip flop. അതായത് D ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാവും. D ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ബ്ലോക്ക് ഞാൻ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ Dക്കകത്ത് ഒരു ഇൻപുട്ട് മാത്രമേ Dക്കകത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ ഉള്ളത് എന്തായിരിക്കും? ക്ലോക്ക് ആയിരിക്കും ഉണ്ടാവുക. ഔട്ട്പുട്ടിൽ Qയും Q ബാറും വരണം. ഇവിടെ Dക്ക് എന്താണ്? ഒരു ഇൻപുട്ടേ ഉള്ളൂ. പക്ഷേ എന്ത് വേണം? എനിക്കിവിടെ Jയും Kയും ഇൻപുട്ട് ഒബ്റ്റെയിൻ ചെയ്യണം. അതായത് Jയിലെയും Kയിലെയും ഇൻപുട്ട് ഞാൻ എങ്ങനെയാണ് D എന്ന് പറയുന്ന സിംഗിൾ ഇൻപുട്ടിലോട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. അപ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. എന്ത് യൂസ് ചെയ്തിട്ട്? D ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇവിടെ എന്താണ്? Jയും Kയും അതുപോലെ തന്നെ QNും കൺസിഡർ ചെയ്തു. Jയും Kയും ആണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. QN എന്ന് പറയുന്നത് പ്രസൻറ്റ് സ്റ്റേറ്റ് ആണ്. പ്രസൻറ്റ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ 3 ഇൻപുട്ട്സ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. J ഇൻപുട്ട്, K ഇൻപുട്ട് ആൻഡ് QN ഇൻപുട്ട്. 3 ഇൻപുട്ട്സ് വരികയാണെങ്കിൽ അതിനകത്ത് എത്ര കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട്സ് കോമ്പിനേഷൻസ് വരും? ദാറ്റ് ഈസ് 3 ഇൻപുട്ട് വരികയാണെങ്കിൽ 2⁻3. ദാറ്റ് ഈസ് 8 നമ്പർ ഓഫ് കോമ്പിനേഷൻസ് വരും. അപ്പോൾ ഇവിടെ എന്താണ്? ഇൻപുട്ട് മാർക്ക് ചെയ്യുകയാണ്. ഇൻപുട്ട് J K QN ബാർ, സോറി QN. അപ്പോൾ എന്താണ്? 3 ഇൻപുട്ടിനകത്ത് 8 കോമ്പിനേഷൻ നോക്കാം. 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. ഇതാണ് എന്ത് വരുന്നത്? 8 ഇൻപുട്ട് കോമ്പിനേഷൻസ് വരുന്നത്. ഈ ഓരോ കോമ്പിനേഷന് കറസ്പോണ്ടിങ് ആയിട്ട് QN+1, അതായത് നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ് QN+1. ഓരോ ഇൻപുട്ടിനും കോമ്പിനേഷൻസിനും കറസ്പോണ്ടിങ് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ത് വരും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പം ഈ ഒരു ഓരോ ഇൻപുട്ട് കോമ്പിനേഷനും കറസ്പോണ്ടിങ് QN+1 അറിയണമെന്നുണ്ടെങ്കിൽ ട്രൂത്ത് ടേബിൾ ക്ലിയർ ആയിട്ട് അറിയണം. ഏതിൻ്റെ? JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ. സോ ഫസ്റ്റ് കോമ്പിനേഷൻ നോക്കാം. J=0 K=0 ആൻഡ് QN=0. അതായത് J ഇൻപുട്ടും K ഇൻപുട്ടും 0 ആണ്. പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ Jയും Kയും 0 ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ലാസ്റ്റ് പാർട്ട് A ക്വസ്റ്റ്യനിലും പാർട്ട് B ക്വസ്റ്റ്യനിലും സിമിലർ ആയിട്ടുള്ളതാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ Jയും Kയും 0 ആണെങ്കിൽ എന്ത് വരും? ഒരു ചേഞ്ചും അവിടെ വരില്ല. പ്രീവിയസ് സ്റ്റേറ്റ് എന്താണോ അത് തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. പ്രീവിയസ് സ്റ്റേറ്റ് എന്താണ്? ഇവിടെ 0 ആണ്. അപ്പോൾ എന്താണ്? ഇവിടെയും 0 തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? 0 0 J=0 K=0 ബട്ട് QN is 1 ഹിയർ. പ്രസൻറ്റ് സ്റ്റേറ്റ് 1 ആണ്. അപ്പോൾ എന്ത് വരും? പ്രസൻറ്റ് സ്റ്റേറ്റ് എന്താണോ അത് തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് വരും? QN+1 1 തന്നെ വന്നു. നെക്സ്റ്റ് സ്റ്റേറ്റ് കോമ്പിനേഷൻ നോക്കാം. J=0 K=1 QN=0. അതായത് K ആണ് ഇവിടെ 1 വന്നത്. K=1 എന്ന് പറയുമ്പോൾ എന്താണ്? റീസെറ്റിംഗ് ആണ് അവിടെ നടക്കുക.
പ്രസൻറ്റ് സ്റ്റേറ്റ് ഇവിടെ 0 ആണ്. പ്രസൻറ്റ് സ്റ്റേറ്റ് 0 ആണെങ്കിൽ റീസെറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 തന്നെയാണ് റീസെറ്റ് ചെയ്യുമ്പോൾ വരിക. അപ്പോൾ ഇവിടെ എന്ത് വന്നു? Qn+1 0 വന്നു. നെക്സ്റ്റ് കോമ്പിനേഷൻ Q = 0, സോറി J = 0, K = 1, Qn = 1. K = 1 എന്ന് വെച്ചാൽ എന്താണ്? റീസെറ്റിംഗ് ആണ് നടക്കുക. പ്രീവിയസ്ലി ഉള്ള സ്റ്റേറ്റ് 1 ആണ്. അപ്പോൾ എന്ത് വരും? റീസെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ 1നെ 0 ആയിട്ട് മാറ്റി. അപ്പോൾ എന്താണ് ഇവിടെ? 0 ആയി മാറി. അടുത്തത് നോക്കാം. J = 1, K = 0. J = 1ഉം K = 0യും Qn = 0. J 1 ആണ്. J 1ഉം K 0. J 1 ആണെങ്കിൽ എന്താണ്? അത് സെറ്റിംഗ് ആക്ഷൻ ആണ് നടക്കുക. സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഹൈയിലോട്ട് മാറും. പ്രീവിയസ്ലി ഔട്ട്പുട്ട് 0 ആണ്, ഇപ്പോൾ എന്തായി? അത് സെറ്റ് ചെയ്യുമ്പോൾ ഹൈ ആയി. അടുത്തത് J = 1, K = 0, Qn = 0 ആണ്. അപ്പോൾ J = 1ഉം K = 0 ആണെങ്കിൽ എന്താണ്? J = 1 ആണ്. അപ്പോൾ സെറ്റിംഗ് ആക്ഷനാണ് നടക്കുന്നത്. പ്രീവിയസ്ലി 1 തന്നെയാണ്. അപ്പോൾ എന്താണ്? സെറ്റ് ചെയ്യുമ്പോൾ അത് 1 തന്നെ ആയിട്ട് തന്നെ അവിടെ വരും. അപ്പോൾ 1 വന്നു. അടുത്തത് J = 1, K = 1 ആൻഡ് Qn = 0. J = 1, K = 1 എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തു. ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ടോഗിളിംഗ് കണ്ടീഷൻ ആണ്. ടോഗിളിംഗ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കോംപ്ലിമെൻറ്റിംഗ് ആക്ഷൻ. പ്രീവിയസ്ലി എന്താണോ വരുന്നത് അതിൻ്റെ കോംപ്ലിമെൻറ്റഡ് വരും. അപ്പോൾ ഇവിടെ എന്താണ്? 0 ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ത് വന്നു? 1 വന്നു. നെക്സ്റ്റ് J = 1, K = 1, Qn = 1. J = 1, K = 1 മീൻസ് ടോഗിളിംഗ് ആക്ഷൻ. Qn = 1 ആണ് വരുന്നത്. അപ്പോൾ ടോഗിൾ ചെയ്യുമ്പോൾ എന്തെന്നു? 1 0 ആയിട്ട് മാറി. അപ്പോൾ എന്തായി? 1 0 ആയി മാറി. അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്? നെക്സ്റ്റ് സ്റ്റേറ്റ്സ് വരുന്നത്. ഈ നെക്സ്റ്റ് സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ട് എന്താണ്? അവിടെ D ഇൻപുട്ട്സ് കൺസിഡർ ചെയ്യുക. അതായത് ഡിയും അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് വരുന്നത് ഡിക്ക് എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് ഔട്ട്പുട്ട് എന്തായിരിക്കും? അത് തന്നെ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഇവിടെ 0 കിട്ടണം എന്നുണ്ടെങ്കിൽ ഡി എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇതിനെ എന്ത് പറഞ്ഞത്? എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയാറുണ്ട്. എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കിട്ടണതിന് കറസ്പോണ്ടിങ് എന്ത് എക്സൈറ്റേഷൻ കൊടുക്കുമ്പോഴാണ് ആ ഒരു പെർട്ടിക്കുലർ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 1 കിട്ടണമെന്നുണ്ടെങ്കിൽ D 1 ആയിരിക്കണം. 0 കിട്ടണമെങ്കിൽ D 0 ആയിരിക്കണം. 0 കിട്ടണമെങ്കിൽ D 0. 1 കിട്ടണമെങ്കിൽ D 1. 1 കിട്ടണമെങ്കിൽ അഗെയിൻ D 1 ആയിരിക്കണം. 1 കിട്ടണമെങ്കിൽ D 1 ആയിരിക്കണം. 0 കിട്ടണമെങ്കിൽ D 0 ആയിരിക്കണം. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? D കിട്ടിയിരിക്കുന്നത്. വൺസ് നമ്മളുടെ D ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു കോളമിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് പ്രിപ്പയർ ചെയ്യുക? നമ്മളുടെ K മാപ്പ് പ്രിപ്പയർ ചെയ്യുക. അതായത് D കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഹാവ് ടു റൈറ്റ് ആൻ ഇക്വേഷൻ. വി ഹാവ് ടു ഡെവലപ്പ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ആ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് K മാപ്പ് എടുത്തു. ഇവിടെ എത്ര വേരിയബിളുള്ള? 3 വേരിയബിളാണുള്ളത്. Jയും Kയും Qനും. ഈ 3 ആണ് ഇൻപുട്ട് വരുന്നത്. അതായത് J, K, Qn ഈ 3 ആണ് ഇൻപുട്ട് വരുന്നത്. 3 ഇൻപുട്ട് വരികയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന K മാപ്പ് 3 വേരിയബിൾ K മാപ്പ് ആയിരിക്കും യൂസ് ചെയ്യാം. 3 വേരിയബിൾ K മാപ്പ് ഓൾറെഡി നമ്മളുടെ സെക്കൻഡ് മോഡ്യൂളിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. 3 വേരിയബിൾ K മാപ്പ്. 3 വേരിയബിൾ K മാപ്പ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്താണ്? ഡിക്കുള്ള ഇക്വേഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. 3 ഇൻപുട്ട് J, K, Qn. അപ്പോൾ എന്താണ് ഇവിടെ? J മാർക്ക് ചെയ്തു 0 1, K Qn 0 0 0 1 1 1 1 0. അപ്പോൾ ഇതെന്ത് ചെയ്തു? മാപ്പ് ചെയ്യുക. മാപ്പ് ചെയ്യുന്നതിന് മുമ്പ് പൊസിഷൻസ് മാർക്ക് ചെയ്തു 0 1 2 3 4 5 6 and 7 മാർക്ക് ചെയ്തു. ഇനി എന്താണ്? മാപ്പ് ചെയ്യുക. മാപ്പ് ചെയ്യുമ്പോൾ നോക്കാം കറസ്പോണ്ടിങ് എവിടേക്കാണ് ഹൈ വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. കറസ്പോണ്ടിങ് ടു 1 പൊസിഷൻ, 2 3 കറസ്പോണ്ടിങ് ടു 4th പൊസിഷൻ, 5th പൊസിഷൻ, 6th പൊസിഷൻ. അപ്പോൾ മാപ്പ് ചെയ്യാൻ പോകുന്നത് 1 4 5 6. 1ലും 4ലും 5ലും 6ലും. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തു. 1ൽ മാപ്പ് ചെയ്തിട്ടുണ്ട് 1, 4ലുണ്ട്, 5ലുണ്ട്, 6ലുണ്ട്. ഇനി എന്ത് ചെയ്യുക? ഇതിനെ നമ്മളുടെ പെയേഴ്സ് ഫോം ചെയ്യുക. പെയർ ഫോം ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക എന്താണ്? 1ഉം 5ഉം തമ്മിൽ ഒരു പെയർ ഫോം ചെയ്തു. 1 and 5 ഒരു പെയർ ഫോം ചെയ്തു. 4 and 6 അനദർ പെയർ ഫോം ചെയ്തു. 1ഉം 5ഉം ഒരു പെയർ, 4ഉം 6ഉം മറ്റൊരു പെയർ. ഇപ്പോൾ 2 പെയേഴ്സ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ പെയറിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് എഴുതേണ്ടത്. അപ്പോൾ നോക്കാം D ഈക്വൽ ആണ് എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പെയർ നോക്കാം 1ഉം 5ഉം കറസ്പോണ്ടിങ്. 1ഉം 5ഉം കറസ്പോണ്ടിങ് J = 0യും J = 1ഉം വരുന്നുണ്ട്. അപ്പോൾ എന്താണ്?
ജെ പ്ലസ് ജെ ബാർ അവിടെ 1 ആയിട്ട് മാറും. അപ്പോൾ എന്താണ്, കോളം മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഏതാ കോളം? കെ ഈക്വൽ 0, ക്യു എൻ ഈക്വൽ 1. കെ ഈക്വൽ 0 എന്നാണെങ്കിൽ കെ ബാർ ആവും, ക്യു എൻ ഈക്വൽ 1 ആണെങ്കിൽ എന്താണ്, ക്യു എൻ. അപ്പോൾ കെ ബാർ ക്യു എൻ ആണ് ഈ ഒരു കറസ്പോണ്ടിങ് പേരൻ്റ് ഇക്വേഷൻ. അടുത്തത് 4ഉം 6ഉം തമ്മിൽ ചെയ്യുമ്പം എങ്ങനെ വരും? 4ഉം 6ഉം നോക്കാം. 4ഉം 6നകത്ത് വരുമ്പോൾ ജെ ഈക്വൽ 1ന് കറസ്പോണ്ടിങ് ആണ് വരുന്നത്. അപ്പോൾ എന്താ, ജെ ഈക്വൽ 1 മീൻസ് ജെ ഇറ്റ് സെൽഫ്. കോളംസ് നോക്കുക. കോളം കെ 0 0 1 0. അപ്പോൾ എന്താണ്, ഇതിനകത്ത് കെ ഈക്വൽ 0യും കെ ഈക്വൽ 1ഉം വരുന്നുണ്ട്. അപ്പോൾ കെ പ്ലസ് കെ ബാർ അവിടെ 1 വരും. പിന്നെ വരുന്നത് എന്താണ്, ക്യു എൻ ഈക്വൽ ആണ്, ക്യു എൻ ഫിക്സ്ഡ് ആണ്, എന്താണ് അവിടെ 0 ആണ്. അപ്പോൾ എന്താണ്, 0 ആണെങ്കിൽ കോംപ്ലിമെൻറ്റഡ് ക്യു എൻ ബാർ. അപ്പോൾ രണ്ട് പെയറിൻ്റെയും ഇക്വേഷൻസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡിക്കുള്ള ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് വൺ ദസ് ജെ ക്യു എൻ ബാർ പ്ലസ് കെ ക്യു എൻ, കെ ബാർ ക്യു എൻ. ഇതാണ് എന്ത് വരുന്നത്, ഡിക്കുള്ള ഇക്വേഷൻ. ഇനി എന്ത് ചെയ്താൽ, നമുക്ക് ഓൾറെഡി ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലോട്ട് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഈ ഇക്വേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇക്വേഷൻ നോക്കുക, ജെ ക്യു എൻ ബാർ. അപ്പോൾ എന്താണ്, ജെ ക്യു എൻ ബാർ ആൻഡ് ഓപ്പറേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആൻഡ് ഗേറ്റ് എടുത്തു, ആൻഡ് 1. ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് ഇവിടെ നോക്കുക, ക്യു എൻ ബാർ. ഇത് ക്യു എൻ ആണ് ഇവിടെ, ക്യു എൻ ബാർ ഇവിടെ എടുത്തിട്ടുണ്ട്. സോ ഹിയർ ക്യു എൻ ബാർ കിട്ടി. അടുത്തത് എന്താണ്, ജെ ഇൻപുട്ട്. സോ ജെ, അപ്പോൾ ആൻഡ് ചെയ്യുമ്പോൾ ജെയും ക്യു എൻ ബാറും ആൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വന്നു, ജെ ക്യു എൻ ബാർ. നെക്സ്റ്റ് കെ ബാർ ക്യു എൻ വേണം. കെ ബാർ ക്യു എൻ കൊടുക്കുക. അഗെയിൻ രണ്ടാമത്തെ ആൻഡ് ഗേറ്റ് എടുത്തു, ആൻഡ് 2. അതിനകത്ത് വരുന്നത് ഇൻപുട്ട് ഏതൊക്കെയാണ്, കെ ബാർ വേണം. അപ്പോൾ കെ ഇൻപുട്ട് എടുത്തു, അതിനെ നോട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ കെ ബാർ ഇൻപുട്ട് കിട്ടി. പിന്നെ എന്ത് വരുന്നുണ്ട്, ക്യു എൻ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ക്യു എൻ, ദിസ് ഇസ് ക്യു എൻ. ഡിയുടെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ആയിട്ടുള്ള ക്യു എൻ ഇവിടെ എടുത്തപ്പോൾ ക്യു എൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ടിൽ എന്ത് വരും, കെ ബാർ ക്യു എൻ. അപ്പോൾ രണ്ട് ഇൻപുട്ട് കിട്ടി, ജെ ക്യു എൻ ബാറും കെ ബാർ ക്യു എന്നും. അപ്പോൾ ഈ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, രണ്ടും കൂടെ ഓർ ചെയ്യുക, ജെ ക്യു എൻ ബാർ പ്ലസ് കെ ബാർ ക്യു എൻ, ദാറ്റ് ഇസ് ഈക്വൽ ടു ഡി അല്ലേ. അപ്പോൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് കൊടുത്തത് ഓർ ഗേറ്റ്. ഇതാണ് അപ്പോൾ എന്ത് പറയുന്നത്, ദാറ്റ് ഇസ് സർക്യൂട്ട് ഡയഗ്രാം കറസ്പോണ്ടിങ് ടു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് using D flip flop. ഇതാണ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇൻപുട്ടിൽ ജെയും കെയും വരുന്നുണ്ട്, ഔട്ട്പുട്ട് ക്യു എന്നും ക്യു എൻ ബാറും വരുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യലി ഈ ഒരു പാർട്ടാണ് ഉണ്ടായിരുന്നത്, അതായത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഉണ്ടായിരുന്നത്. ഡി ഇൻപുട്ട്, ക്യു എൻ ബാർ ഔട്ട്പുട്ട്. അതിനെന്തുമായിട്ട് മാറ്റി, ഇൻപുട്ട് ജെയും കെയും ഇൻപുട്ടായിട്ട് മാറ്റി, ഔട്ട്പുട്ട് ക്യു എന്നും ക്യു എൻ ബാറും. അതിനെയാണ് എന്ത് പറയുന്നത്, ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. എന്ത് യൂസ് ചെയ്തിട്ട്, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ എല്ലാത്തിൻ്റെയും കൺവേർഷൻസ് നോക്കുക. അതായത് ഇപ്പോൾ എസ് ആർ നിന്ന് ജെയിലോട്ട്, ജെയിൽ നിന്നും ജെ കെയിൽ നിന്നും ടിയിലോട്ട്, ടിയിൽ നിന്നും റിവേഴ്സ്. ആ കൺവേർഷനകത്ത് ഏതെങ്കിലും ഒരു കൺവേർഷൻ ഷുവറായിട്ട് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാം. രണ്ട് ടേബിൾ മാത്രം അറിഞ്ഞാൽ മതി. എന്താണ്, നമ്മുടെ കൺവേർഷൻ ടേബിൾ കിട്ടണം. വൺസ് കൺവേർഷൻ ടേബിൾ എന്ന് പറയുമ്പോൾ ഏതിലോട്ടാണ് കൺവേർട്ട് ചെയ്തതെന്ന് അറിയാം. അപ്പോൾ ഇവിടെ എന്താണ്, ജെ കെയിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജെയും കെയും പ്രസൻറ്റ് ഇൻപുട്ടും എടുത്തു, ഇൻപുട്ട് കോമ്പിനേഷനായിട്ട് കറസ്പോണ്ടിങ് നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതി. ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നാണ് ഒപ്റ്റെയിൻ ചെയ്യുന്നത്, ഇവിടെ എന്താണ്, ഡിയിൽ നിന്നാണ് ഒപ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സൈറ്റേഷൻ ടേബിൾ എഴുതി. അപ്പോൾ ഇത് ക്ലബ് ചെയ്യുമ്പം എന്ത് കിട്ടും, നമ്മളുടെ കൺവേർഷൻ ടേബിൾ കിട്ടും. കൺവേർഷൻ ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ കെ മാപ്പ് എഴുതാം. കെ മാപ്പിനകത്ത് നിന്നും കറസ്പോണ്ടിങ് ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് സർക്യൂട്ട് വരയ്ക്കാം. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. പാർട്ട് ബിയിലുള്ള ഓർ ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മോഡുലസ് ഓഫ് എ കൗണ്ടർ, ഡിസൈൻ എ സിങ്ക്രണസ് മോഡ് 5 കൗണ്ടർ വിത്ത് സ്റ്റേറ്റ് ഡയഗ്രാം ആൻഡ് റെലവൻറ്റ് ട്രൂത്ത് ടേബിൾസ്. ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കൗണ്ടറിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്, ഡിഫൈൻ ചെയ്യാൻ. അതിനുശേഷം ഡിസൈൻ എ സിങ്ക്രണസ് മോഡ് 5 കൗണ്ടർ, അതായത് ഒരു സിങ്ക്രണസ് മോഡ് 5 കൗണ്ടർ ഡിസൈൻ ചെയ്യണം. എന്തൊക്കെ വേണം അതിനകത്ത്, സ്റ്റേറ്റ് ഡയഗ്രാം വേണം, ട്രൂത്ത് ടേബിൾസ് വേണം. 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എഴുതേണ്ടത് കൗണ്ടറിൻ്റെ മോഡുലസ് എന്ന് പറയുന്ന ടേം എന്തിനാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതൊന്നുമില്ല, ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഓർ കൗണ്ടിങ് സീക്വൻസ് ത്രൂ വിച്ച് എ പർട്ടിക്കുലർ കൗണ്ടർ അഡ്വാൻസസ് ബിഫോർ റിട്ടേണിംഗ് വൺസ് അഗെയിൻ ബാക്ക് ടു ദ ഒറിജിനൽ ഫസ്റ്റ് സ്റ്റേറ്റ് ഇസ് കോൾഡ് ആസ് മോഡുലസ് ഓർ മോഡ്. അതായത് ഒരു കൗണ്ടറിൻ്റെ മോഡുലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ് അല്ലെങ്കിൽ എത്ര കൗണ്ടിങ് സീക്വൻസ് ആണ് ആ ഒരു പെർട്ടിക്കുലർ കൗണ്ടർ കൗണ്ട് ചെയ്യുന്നത്. എവിടെ നിന്ന്? ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്നും ഫൈനൽ സ്റ്റേറ്റ് വരെ എത്തി ബാക്ക് ടു ദ ഇനീഷ്യൽ സ്റ്റേറ്റ്. അപ്പോൾ എന്താണ്, ഫോർ എക്സാമ്പിൾ 000 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കാം. അത് കൗണ്ട് ചെയ്ത് ബാക്ക് ടു സെയിം സ്റ്റേറ്റിൽ തന്നെ റിട്ടേൺ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ എത്ര സ്റ്റേറ്റുകളാണ് അത് കൗണ്ട് ചെയ്തത്, ഇൻക്ലൂഡിങ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ്, ആ ഒരു കൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? മോഡുലസ് അല്ലെങ്കിൽ അതിനെ മോഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോഡ് 6 കൗണ്ടർ ആണ് പറയുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനകത്തെ മോഡുലസ് അല്ലെങ്കിൽ മോഡ് എത്രയാണ്? 6 ആണ് വന്നത്. ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ഇനീഷ്യലി ഉള്ള സ്റ്റേറ്റ് 3 സീറോസ് ആണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. അപ്പോൾ അതിനകത്ത് നിന്നും കൗണ്ട് ചെയ്യുന്നത് എവിടെയാണ്? 000 നിന്നും നെക്സ്റ്റ് കൗണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ്? 1 ആണ് ഇൻക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെ ഇൻക്രിമെൻറ്റ് ചെയ്തപ്പോൾ 001 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇത് 1ൽ നിന്ന് നെക്സ്റ്റ് എന്താണ്? 1ൽ നിന്ന് അടുത്ത കൗണ്ട് 2 ആയി, 2ൽ നിന്ന് 3 3ൽ നിന്നും 4 4ൽ നിന്നും 5 5 എന്ന് ബാക്ക് 0 ഇനി ഇതിനകത്ത് കൗണ്ട് ചെയ്ത് നോക്കാം എത്ര എണ്ണം വരുന്നുണ്ട് എന്നുള്ളത്. 1 2 3 4 5 6. അപ്പോൾ എത്ര വന്നു? 6 കൗണ്ടാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ 6 സീക്വൻസ് ആണ്, കൗണ്ടിങ് സീക്വൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈവൻ ദോ മോഡ് 6 കൗണ്ടർ ആണെങ്കിലും എത്ര വരെയാണ് വരുന്നത്? മാക്സിമം 101 കറസ്പോണ്ടിങ് 5 ആണ് വരുന്നത്. അപ്പോൾ എത്രയാണോ നമ്മളുടെ മോഡ് അതിനേക്കാൾ 1 ലെസ് വരെയായിരിക്കും കൗണ്ട് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മോഡ് 11 കൗണ്ടർ ആണെന്ന് വിചാരിക്കുക. മോഡ് 11 കൗണ്ടർ ആണെങ്കിൽ 11th നമ്പർ വരെ കൗണ്ട് ചെയ്യുമോ? ഇല്ല, 10 വരെ വരുള്ളൂ. വൈ? ബിക്കോസ് ഇനീഷ്യലി വരുന്ന 0 കറസ്പോണ്ടിങ് ആയിട്ടും കൂടി കൗണ്ട് ചെയ്യും. അതാണ് എന്ത് പറയുന്നത്? മോഡുലസ് കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ മോഡുലസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് സീക്വൻസ് ആണ് പറയുന്നത്, ത്രൂ വിച്ച് ദ പെർട്ടിക്കുലർ കൗണ്ടർ അഡ്വാൻസസ്. ഒരു പെർട്ടിക്കുലർ കൗണ്ടർ അഡ്വാൻസ് ചെയ്യുന്നു, റിട്ടേൺ ബാക്ക് ടു ഇനീഷ്യൽ കൗണ്ടിലോട്ട് റിട്ടേൺ ചെയ്യുന്നു. എത്ര കൗണ്ടാണോ വരുന്നത് അതിനെയാണ് എന്ത് പറയുന്നത്? മോഡുലസ് അല്ലെങ്കിൽ മോഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഡെഫിനിഷന് ഓൾമോസ്റ്റ് 2 മാർക്സ് വരും. ഒരു എക്സാമ്പിൾ കൂടി വെച്ച് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് മച്ച് മോർ ക്ലിയർ. നെക്സ്റ്റ് എന്താണ്? ഡിസൈൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്തിൻ്റെ ഡിസൈൻ? സിങ്ക്രണസ് മോഡ് 5 കൗണ്ടറിൻ്റെ ഡിസൈൻ. അപ്പോൾ ഒരു സിങ്ക്രണസ് മോഡ് 5 കൗണ്ടർ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം? ഫസ്റ്റ് മോഡ് 5 കൗണ്ടർ എന്താണ്, അല്ലെങ്കിൽ സിങ്ക്രണസ് കൗണ്ടർ എന്താണെന്നുള്ളത് അറിയണം. അപ്പോൾ മോഡ് 5 കൗണ്ടർ എന്താണെന്നുള്ളത് ഫസ്റ്റ് നോക്കാം. മോഡ് 5 കൗണ്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ മോഡുലസ് അല്ലെങ്കിൽ മോഡ്യൂൾ എന്ന് പറയുന്നത് 5 ആണ്. സോ മോഡ് 5 കൗണ്ടർ means here counting sequence will be എന്തായിരിക്കും? കൗണ്ടിങ് സീക്വൻസ് വിൽ ബി 5. കൗണ്ടിങ് സീക്വൻസ് 5 ആയിരിക്കും. അപ്പോൾ ഇത് കൗണ്ടിങ് സീക്വൻസ് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നോക്കാം. 000, അതായത് 5 വരെയാണ്. 5 കൗണ്ടിങ് സീക്വൻസ് വേണം. 5 കൗണ്ടിങ് സീക്വൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്താണ്? 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 മുതൽ 0 നിന്ന് ആഡ് ചെയ്ത് എന്തായി? 1 ആയി. ഇൻകം 1 നിന്ന് 2 ആയി, 2 നിന്ന് 3 ആയി, 3 നിന്ന് 4 ആയി. അപ്പോൾ 4 നിന്ന് പിന്നെ എന്താണ്? ഇവിടെ 1 2 3 4 5, ഇപ്പോൾ തന്നെ 5 ആയി. അപ്പോൾ 4 നിന്ന് ബാക്ക് എങ്ങോട്ട് വരണം? 0 വരണം. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? നമ്മളുടെ മോഡ് 5ൻ്റെ കൗണ്ടിങ് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൗണ്ടിങ് സീക്വൻസ് 0 മുതൽ 4 വരെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 0 മുതൽ 4, അപ്പോൾ മാക്സിമം നമ്പർ നോക്കുക ഇവിടെ എന്താണ്? 4 ആണ്. അപ്പോൾ 4 എന്ന് പറയുന്ന നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ എത്ര ബിറ്റുകൾ വേണം എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ 4 റെപ്രസെൻറ്റ് ചെയ്യാൻ എന്താണ്? 3 ബിറ്റ് വേണം. 4ൻ്റെ കറസ്പോണ്ടിങ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് 1 0 0 ആണ്. എന്ത്? 4ൻ്റെ കറസ്പോണ്ടിങ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ എന്താണ്? 3 ബിറ്റുകൾ വേണം. അപ്പോൾ ഇവിടുത്തെ സീക്വൻസ് എന്തായിരിക്കും? കൗണ്ടിങ് സീക്വൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കാം. സ്റ്റേറ്റ് ഡയഗ്രാം
ക്വസ്റ്റ്യനകത്ത് സ്റ്റേറ്റ് ഡയഗ്രാം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഡയഗ്രാം കൊണ്ട് മീൻ ചെയ്യുന്നത് ആ ഒരു കൗണ്ടിങ് സീക്വൻസിൻ്റെ ട്രാൻസിഷൻ മാർക്ക് ചെയ്യാനാണ്. അപ്പോൾ ഇനീഷ്യലി വരുന്നത് എന്താണ്? 3 ബിറ്റാണ്. 3 ബിറ്റ് സീറോയിൻ്റെ കറസ്പോണ്ടിങ് 3 ബിറ്റ് റെപ്രസെൻറ്റേഷൻ എന്ത് വരും? 0 0 0 ഫസ്റ്റത്തെ സ്റ്റേറ്റ്. നെക്സ്റ്റ് സ്റ്റേറ്റിലോട്ട് എന്താണ്? ഒരു ക്ലോക്ക് പൾസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. വണ്ണിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? 0 0 1 രണ്ടാമത്തെ സ്റ്റേറ്റ് കിട്ടി. അടുത്തത് മൂന്നാമത്തെ സ്റ്റേറ്റ് എന്തായിരിക്കും? മൂന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2 ആണ്. 2നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0 1 0 ആണ് 2ൻ്റെ റെപ്രസെൻറ്റേഷൻ. നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ, 3ൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താ? 0 1 1 ആണ് തേർഡ്. അടുത്തത് 4ന് കറസ്പോണ്ടിങ് 1 0 0. 4നകത്ത് 4 കഴിഞ്ഞാൽ എന്ത് വേണം? 4ൽ നിന്ന് തിരിച്ച് 0ലോട്ട് വന്നു. 4ൽ നിന്ന് തിരിച്ച് 0ലോട്ട് വന്നു. ഇതാണ് എന്ത് പറയുന്നത്? സ്റ്റേറ്റ് ഡയഗ്രാം. സിങ്ക്രണസ് മോഡ് 5 കൗണ്ടറിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം. ഇതോടൊപ്പം തന്നെ 3 ബിറ്റാണ് നമ്മൾ യൂസ് ചെയ്തത്. 3 ബിറ്റ് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം അത് ഏതുവരെ കൗണ്ട് ചെയ്യാം? 2⁻3 8 വരെ കൗണ്ടിങ് സീക്വൻസ് വരാം. 8 വരെ മീൻസ് 8 കൗണ്ടുകൾ വരാം. 8 കൗണ്ട് വരെ മീൻസ് 7 വരെ കൗണ്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതിനകത്ത് നമ്മൾ ഒമിറ്റ് ചെയ്തത് ഏതൊക്കെയാണ്? 101 ഒമിറ്റ് ചെയ്തു, 5 ഒമിറ്റ് ചെയ്തു, 1106 ഒമിറ്റ് ചെയ്തു, 1117 ഒമിറ്റ് ചെയ്തു. അപ്പോൾ ഇതെങ്ങനെ വരിക? അതായത് 5 വന്നു കഴിഞ്ഞാൽ അത് എങ്ങോട്ട് വരും? എഗെയിൻ ബാക്ക് ടു 0 ആയിരിക്കും വരിക. അപ്പോൾ 101നകത്ത് നിന്നും 0ലോട്ട് വരും. എഗെയിൻ ഇവിടെ എന്ത് വന്നു? 110നകത്ത് നിന്നും ഇത് ഫൈനലി 0ലോട്ട് വന്നു. 111നകത്ത് നിന്നും 0ലോട്ട് വന്നു. അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്? ഒരു മോഡ് 5 കൗണ്ടറിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് കിട്ടി? മോഡ് 5 കൗണ്ടറിൻ്റെ കൗണ്ടിങ് സീക്വൻസ് മനസ്സിലായി, അതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം മനസ്സിലായി. ഇനി എന്താണ് ഈ സിങ്ക്രണസ് മോഡ് 5 കൗണ്ടർ എന്ന് പറയണം? അപ്പോൾ ഒരു നോർമൽ കൗണ്ടറിൻ്റെ ഒരു കൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ 2 ടൈപ്സ് ഓഫ് കൗണ്ടേഴ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ synchronous counters. Second one asynchronous counters. So 2 types of counters are there. One is a synchronous counter and another is an asynchronous counter. Synchronous counter കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? അതിനകത്ത് റിസീവ് ചെയ്യുന്ന ക്ലോക്ക് പൾസിനെ ബേസ് ചെയ്തിട്ടാണ്. Based on clock pulse. Based on clock pulse ആണ് ഈ കമ്പാരിസൺ വരുന്നത്. സിങ്ക്രണസ് കൗണ്ടറും അസിങ്ക്രണസ് കൗണ്ടറും. അസിങ്ക്രണസ് കൗണ്ടർ എന്ന് പറയുന്നതാണ് അസിങ്ക്രണസ്ലി ആണ് ക്ലോക്ക് റിസീവ് ചെയ്യുന്നത്. സിങ്ക്രണസ് കൗണ്ടറിൽ സിങ്ക്രണസ്ലി ആണ് ക്ലോക്ക് റിസീവ് ചെയ്യുന്നത്. സിങ്ക്രണസ്ലി ക്ലോക്ക് റിസീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിനകത്തും ഒരു കോമൺ ആയിട്ട് അല്ലെങ്കിൽ സൈമൾട്ടേനിയസ്ലി ക്ലോക്ക് റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? സിങ്ക്രണസ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. അസിങ്ക്രണസ് കൗണ്ടർ കൊണ്ട് മീൻ ചെയ്യുന്നത് അതിനകത്ത് റിസീവ് ചെയ്യുന്ന ക്ലോക്ക് പൾസ് അസിങ്ക്രണസ്ലി ആണ്. അതായത് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു എന്താണ്? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് പൾസ് ആയിട്ട് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്ത് റിസൾട്ട് കിട്ടിയാൽ മാത്രമേ അത് രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് ആയിട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ മാത്രമേ എന്ത് വരുള്ളൂ? രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് അസിങ്ക്രണസ് കൗണ്ടറിന് കൂടുതലായിരിക്കും, സിങ്ക്രണസിന് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് സിങ്ക്രണസ് കൗണ്ടറാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ സിങ്ക്രണസ് കൗണ്ടറാണ് ഡിസൈൻ ചെയ്യേണ്ടെങ്കിൽ അതിൻ്റെ ക്ലോക്ക് എല്ലാം എന്താണ്? കോമൺ ക്ലോക്കാണ് വരിക. കോമൺ ക്ലോക്ക് പൾസ്. കോമൺ ക്ലോക്ക് പൾസ് ആണെങ്കിൽ എന്താണ്? എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടോ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കും ഒരു കോമൺ പോയിന്റിലോട്ട് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എത്ര വേണം എന്നുള്ളത് അറിയണം. ദാറ്റ് ഈസ് നെക്സ്റ്റ് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് റിക്വയർഡ്. എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് റിക്വയർ ചെയ്യുന്നതെന്ന് അറിയണം. അപ്പോൾ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് റിക്വയർ ചെയ്യാനുള്ള ഇക്വേഷൻ 2n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ N എന്ന് കൊടുത്തു. ഇവിടെ n കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത് മോഡ്. നെക്സ്റ്റ് എന്ന് പറയാം മോഡ് അല്ലെങ്കിൽ മോഡുലസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നു
n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഇവിടെ ഈ റിലേഷനെ ബേസ് ചെയ്തിട്ട് 2 റേസ് ടു നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എത്ര വേണമെന്നുള്ളത് കണ്ടുപിടിക്കണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. നമ്പർ ഓഫ് കൗണ്ട്, ഇവിടുത്തെ കൗണ്ട് എന്താ 5 ആണ് വരുന്നത്. 2 റേസ് ടു n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 5. അപ്പോൾ 2 റേസ് ടു n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 5 കിട്ടണമെങ്കിൽ n-ൻ്റെ വാല്യൂ എന്ത് വരണം എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് 2 റേസ് ടു 3. 2 റേസ് ടു 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 5. 2 റേസ് ടു 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 5. 2 റേസ് ടു 3 എത്രയാ? 8. 2 റേസ് ടു 3 8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 5. 2 റേസ് ടു 2 കൊടുത്താൽ 4 ആയി. ദാറ്റ് ഈസ് നോട്ട് ഗ്രേറ്റർ, ലെസ് ആയി വന്നു. ഈക്വൽ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇവിടെ എന്താണ് ഗ്രേറ്റർ അല്ലെങ്കിൽ ഈക്വൽ വേണം. അപ്പോൾ 2 റേസ് ടു 3 ആണ് വരുന്നത്. ദാറ്റ് മീൻസ് ദാറ്റ് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം? 3 നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ റിക്വയർഡ്. 3 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് റിക്വയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൗണ്ടർ ഡിസൈൻ ചെയ്യാനായിട്ട് 3 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് വേണ്ടത്. അത് സിങ്ക്രണസ് അസിങ്ക്രണസ് ആണെങ്കിലും 3 ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ആയിരിക്കും സെയിം റിലേഷൻ തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് റിക്വയർഡ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് കിട്ടി. അപ്പോൾ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഡയഗ്രാം വരയ്ക്കുന്നതിനകത്ത് 3 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് വേണ്ടത്. ചില ക്വസ്റ്റ്യൻസിനകത്ത് മെൻഷൻ ചെയ്യാറുണ്ട് ദിസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ടു ബി യൂസ്ഡ്. ദാറ്റ് ഈസ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുക, D ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ T യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ അൺലെസ് അതർവൈസ് മെൻഷൻഡ് you can use the flip flop that is more comfortable to you. അപ്പോൾ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ നിങ്ങൾക്ക് കൂടുതൽ അപ്രോച്ചബിൾ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ കേസിൽ ഞാൻ എന്താണ് കുറച്ച് ഇലാബറേറ്റഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഹിയർ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇസ് യൂസ്ഡ്. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ്ഡ്. D ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ട് കുറച്ചുകൂടി സിംപ്ലർ ആയിട്ട് മാറും. അപ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് നോക്കാം. അപ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓൾറെഡി നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ JK ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ JK ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് JKയുടെ ട്രൂത്ത് ടേബിൾ ഇവിടെ മാർക്ക് എഴുതി വെക്കുക ഫോർ യുവർ റെഫറൻസ്. JK ആവുമ്പോൾ 2 ഇൻപുട്ട് 4 കോമ്പിനേഷൻ. ഔട്ട്പുട്ട് എന്ത് QN-ഉം QN ബാറും വന്നു. ഫസ്റ്റ് 0 0-ൽ നോ ചേഞ്ച് കണ്ടീഷൻ ആണ്. J = 0 K = 1 റീസെറ്റിംഗ് ആക്ഷൻ ആണ്. ഇവിടെ എന്താണ് റീസെറ്റിംഗ് എന്ന് ഞാൻ എഴുതുന്നുള്ളൂ. J = 1 എന്ന് പറയുന്നത് സെറ്റിംഗ് ആക്ഷൻ ആണ്. J = 1 K = 1 ടോഗിൾ ആണ്. ഇതാണ് എന്ത് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എക്സൈറ്റേഷൻ ടേബിൾ ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എക്സൈറ്റേഷൻ ടേബിൾ. എക്സൈറ്റേഷൻ ടേബിൾ ഡെവലപ്പ് ചെയ്യുക. എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മളുടെ പ്രസൻറ്റ് സ്റ്റേറ്റിൽ നിന്നും നെക്സ്റ്റ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യാനായിട്ട് എന്ത് എക്സൈറ്റേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനാണ് എക്സൈറ്റേഷൻ ടേബിൾ യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം. അതായത് ഫോർ എക്സാമ്പിൾ പ്രസൻറ്റ് സ്റ്റേറ്റ് QN-ഉം നെക്സ്റ്റ് സ്റ്റേറ്റ് QN+1 കരുതുക. അപ്പോൾ QN-ൽ നിന്നും QN+1 മൂവ് ചെയ്യാനായിട്ട് എന്ത് ഇൻപുട്ട് അപ്ലൈ ചെയ്താലാണ് ഈ ഒരു ട്രാൻസിഷൻ നടക്കുക എന്നുള്ളത് മനസ്സിലാവാനാണ് എക്സൈറ്റേഷൻ ടേബിൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ എത്രയാണ് 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ എന്താണ് അതിനകത്ത് കറസ്പോണ്ടിങ് കോമ്പിനേഷൻസ് എന്തായിരിക്കും? 3 കോമ്പിനേഷൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സൈറ്റേഷൻ ടേബിളിൽ പ്രസൻറ്റ് സ്റ്റേറ്റ് വേണം. പ്രസൻറ്റ് സ്റ്റേറ്റ് എന്താണ്? 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ എത്ര പ്രസൻറ്റ് സ്റ്റേറ്റ്സ് വരും? 3 പ്രസൻറ്റ് സ്റ്റേറ്റ്സ് വരും. ഇവിടെ Q3 Q2 Q1 3 പ്രസൻറ്റ് സ്റ്റേറ്റ്സ് ആയി. അടുത്തത് നെക്സ്റ്റ് സ്റ്റേറ്റ് വേണം. നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ Q3 ഡാഷ് കൊടുക്കുകയാണ്, ബാറല്ല. N+1 പകരം ഞാൻ സെപ്പറേറ്റ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനാണ് ഡാഷ് യൂസ് ചെയ്യുന്നത്. Q2 ഡാഷ് Q1 ഡാഷ്. അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്? പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും വരുന്നത്. നെക്സ്റ്റ് എന്താണ്? ഈ ഒരു ട്രാൻസിഷൻ നടക്കാനായിട്ടുള്ള ഇൻപുട്സ് എന്ത് വേണം എന്നുള്ളത്. നെക്സ്റ്റ് റിക്വയേർഡ് ഇൻപുട്സ്.
ഫസ്റ്റ് Q3യിൽ നിന്നും Q3 ഡാഷിലോട്ട് വരാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ എന്ത് വരും J3 K3. അടുത്തത് Q2യിൽ നിന്നും Q2 ബാറിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്താണ് Q2യിൽ നിന്നും Q2 ഡാഷിലോട്ട് വരണമെങ്കിൽ J2 ഇൻപുട്ടും K2 ഇൻപുട്ടും എന്ത് വരണം എന്നുള്ളത് അറിയണം. അതുപോലെ Q1ൽ നിന്നും Q1 ഡാഷിലോട്ട് വരാൻ J1 ആൻഡ് K1 എന്താണെന്നുള്ളത് അറിയണം. അപ്പോൾ ഈ ഒരു ടേബിളാണ് എന്ത് പറയുന്നത് എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത്. ഇനി ഈ ടേബിളിനകത്ത് എൻട്രീസ് ഫില്ല് ചെയ്യാൻ ഫസ്റ്റ് നമ്മളുടെ ആ ഒരു സ്റ്റേറ്റ് ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ് എൻട്രി ഫില്ല് ചെയ്യുന്നത്. ഇനീഷ്യലി വരുന്ന ട്രാൻസിഷൻ നോക്കാം 0 0 0ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് ഫസ്റ്റ് വൺ നോക്കാം 0 0 0. ഇതാണ് ഇനീഷ്യലി ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റിൽ നിന്നും ട്രാൻസിഷൻ നടക്കുന്ന എങ്ങോട്ടാണ് 0 0 1ലോട്ടാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്. അപ്പോൾ ഇവിടുന്ന് നെക്സ്റ്റ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്നത് 0 0 1നകത്താണ്. നെക്സ്റ്റ് എന്താണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റേറ്റ് 0 0 1 ആയി. അപ്പോൾ 0 0 1 ആയി. ഈ 0 0 1ൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേറ്റ് മൂവ് ചെയ്യുന്നത് 0 1 0ലോട്ടാണ്. 0 1 0ലോട്ടാണ് സ്വിച്ച് ചെയ്യുന്നത്. അടുത്തത് 0 1 0ൽ നിന്നും 0 1 1. 0 1 0ൽ നിന്നും 0 1 1ലോട്ട്. അപ്പോൾ എന്താണ് ഇനി ഇവിടെ 0 1 1ൽ നിന്നും സ്വിച്ച് ചെയ്യുന്നത് എങ്ങോട്ടാണ് 1 0 0ൽ 1 0 0ലോട്ടാണ് സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ 1 0 0 1 0 0ൽ നിന്നും അടുത്ത സ്വിച്ചിങ് എങ്ങോട്ടാണ് ഇനീഷ്യലി ബാക്ക് ടു ദ ഇനീഷ്യൽ പോയിന്റ് 0 0 0. അപ്പോൾ എന്തായി പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റുമായി. ഈ പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റിനെയും ബേസ് ചെയ്തിട്ടുള്ള റിക്വയർഡ് ഇൻപുട്സ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അത് നോക്കാൻ നമ്മുടെ ഈ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം പ്രസൻറ്റ് സ്റ്റേറ്റിൽ Q3 ബാർ ആണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ Q3 0 ആണ്, Q3 ബാർ 0 ആണ്. അപ്പോൾ 0 0 വരണമെന്നുണ്ടെങ്കിൽ എന്താണ് പ്രസൻറ്റ് സ്റ്റേറ്റ് 0 ആണ്, നെക്സ്റ്റ് സ്റ്റേറ്റ് 0 ആണ്. പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും 0 0 ആണെങ്കിൽ എന്താണ് സെയിം ആണ്, ഒരു ചേഞ്ചും വന്നിട്ടില്ല. ഒരു ചേഞ്ചും വന്നിട്ടില്ലെങ്കിൽ എന്താണ് വരിക ഒരു ചേഞ്ചും വന്നിട്ടില്ലെങ്കിൽ നോ ചേഞ്ച്. അപ്പോൾ J = 0 K = 0 വരാം. J = 0 K = 0 വരാം. അടുത്തത് ഇവിടെ ഇങ്ങനെ തന്നെ എഴുതാം J = 0 K = 0. ഇനി നെക്സ്റ്റ് 0ൽ നിന്നും 0 ആവാൻ ഇനി ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. എന്താണ് 0ൽ നിന്നും 0 ആവാൻ ഇവിടെ എന്താണ് റീസെറ്റിംഗ് കണ്ടീഷൻ കൂടി പോസിബിൾ ആണ്. റീസെറ്റിംഗ് കണ്ടീഷൻ പോസിബിൾ ആണ്. റീസെറ്റിംഗ് കണ്ടീഷൻ വരണമെങ്കിൽ എന്താ വരിക K = 1ഉം J = 0 വരികയാണെങ്കിലാണ് റീസെറ്റിംഗ് വരുന്നത്. അപ്പോൾ J = 0 അടുത്ത കോമ്പിനേഷൻ വരാണ് J = 0 K = 1. ഈ കോമ്പിനേഷനും പറ്റും. അപ്പോൾ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് Q3 0ൽ നിന്നും Q3 0 വരണമെന്നുണ്ടെങ്കിൽ ഒരു കോമ്പിനേഷൻ J = 0 K = 0 നോ ചേഞ്ച് കണ്ടീഷൻ. അടുത്തൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് 0ഉം 1ഉം. ഇതിൻ്റെ മീനിങ് എന്താണ് ഈ രണ്ട് കോമ്പിനേഷൻസും വരാം. ഇത് നോക്കുകയാണെങ്കിൽ J ഈസ് ഓൾവേസ് 0, J 0 ആണ് ഓൾവേസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് കൊടുത്തു J3 ഞാൻ 0 കൊടുത്തു. K എന്താണ് 0ഉം ആവാം 1ഉം വരാം. 0ഉം ആവാം 1ഉം വരാം ഇല്ലെങ്കിൽ ആണെങ്കിൽ അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം ഡോണ്ട് കെയർ കണ്ടീഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ K3 ഇവിടെ ഡോണ്ട് കെയർ കണ്ടീഷനായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇറ്റ് ക്യാൻ ബി 0, ഇറ്റ് ക്യാൻ ബി 1. അടുത്തത് 0ൽ നിന്നും 0 നോക്കുക. 0ൽ നിന്നും 0 ആകുമ്പോൾ സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്താണ് സെയിം മാർക്ക് ചെയ്തു. അടുത്തതും 0ൽ നിന്നും 0ലോട്ട്, 0ൽ നിന്നും 1ലോട്ടാണ് വരുന്നത്. ആ കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ 0ൽ നിന്നും 1ലോട്ടാണ് വരുന്നത്. 0ൽ നിന്ന് 1ലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് 0ന്ന് 1 ആയി. 0ന്ന് 1 ആവണമെങ്കിൽ എന്താണ് സെറ്റിംഗ് ആക്ഷൻ നടക്കാം. സെറ്റിംഗ് ആക്ഷൻ വരുമ്പോൾ എന്താണ് J = 1 K = 0 വരുമ്പോൾ സെറ്റിംഗ് ആക്ഷൻ ആയി. ഇനി ഒരു കണ്ടീഷനും കൂടി വന്നുകൂടെ എന്താണ് ദാറ്റ് ഈസ് ടോഗ്ലിംഗ് ആക്ഷൻ വരികയാണെന്ന് വിചാരിക്കുക. ടോഗ്ലിംഗ് ആക്ഷൻ വരികയാണെങ്കിൽ പ്രീവിയസ് ഉള്ളതിൻ്റെ കോംപ്ലിമെൻറ്റഡ് ആയി 0 1 ആയി. ടോഗ്ലിംഗ് നടക്കുന്ന എപ്പോഴാണ് J = 1 K = 0 വരുമ്പോഴാണ്. K = 1 വരുമ്പോഴാണ് എന്ത് വരുന്നത് ടോഗ്ലിംഗ് നടക്കുന്നത്. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ J ഈസ് ഓൾവേസ് ഈക്വൽ ടു 1. J ഈസ് ഓൾവേസ് ഈക്വൽ 1 മീൻസ് 0 to 1 ആവാൻ J ഈസ് ഓൾവേസ് 1. K 0ഉം ആവാം 1ഉം ആവാം. 0ഉം ആവാം 1ഉം ആവാം മീൻസ് ഇറ്റ് ക്യാൻ ബി ഡോണ്ട് കെയർ. അപ്പോൾ ഇവിടെ എന്താണ് ഡോണ്ട് കെയർ മാർക്ക് ചെയ്തു. അടുത്തത് 1ൽ നിന്ന് 0
ഇവിടെ ചെയ്തതിൻ്റെ റിവേഴ്സ് ആണ് വരുന്നത്. 1 to 0. 1 നിന്ന് 0 ആവാൻ എന്താണ്? 1 നിന്ന് 0 ആവാൻ റീസെറ്റിംഗ് ആക്ഷൻ പോസിബിൾ ആണ്. റീസെറ്റിംഗ് നടക്കണമെങ്കിൽ j ഈക്വൽ 0 k ഈക്വൽ 1 ആവുമ്പോൾ റീസെറ്റിംഗ് ആക്ഷൻ നടന്നു. അതോടൊപ്പം എന്താണ്? ടോഗിളിംഗ് ആക്ഷൻ കൂടി പോസിബിൾ ആണ്. ടോഗിൾ ചെയ്യാനെങ്കിൽ എന്താണ്? j ഈക്വൽ 1 k ഈക്വൽ 1. അതിൻ്റെ മീനിങ് k ഈസ് ഫിക്സ്ഡ്, j ഈസ് വേരിയിങ്. k ഫിക്സ്ഡ് ആണ്, അപ്പോൾ k ഇവിടെ എന്താണ്? k ഫിക്സ്ഡ് 1. ജെയുടെ കാര്യം 0യും ആവാം 1ഉം ആവാം. അപ്പോൾ എന്താണത്? ഡോണ്ട് കെയർ ആയി. ഈ രീതിയിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. 0 0, അതായത് Q2 ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. Q2 to Q2 ഡാഷ്. അപ്പോൾ 0 0 വരികയാണെങ്കിൽ എന്താ വരുന്നത്? പ്രീവിയസ്ലി ഉള്ളത് തന്നെ 0 ഡോണ്ട് കെയർ. അടുത്തത് 0യിൽ നിന്നും 1, 0യിൽ നിന്നും 1 വരുന്ന കേസ് എന്തായിരുന്നു? 1 ഡോണ്ട് കെയർ ആയിരുന്നു നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അടുത്തത് 1ൽ നിന്നും 1ലോട്ട്, അത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല. 1ൽ നിന്നും 1ലോട്ട് ഇവിടെ എഴുതാം. 1ൽ നിന്ന് 1 വരണം. 1ൽ നിന്ന് 1 വരണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് വരുന്നത്, പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും. അപ്പോൾ നോ ചേഞ്ച് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് j ഈക്വൽ 0 k ഈക്വൽ 0. ഇനി അടുത്തൊരു കോമ്പിനേഷൻ കൂടി എഴുതാം. എന്താണ്? 1 ആവുന്നത് സെറ്റ് ചെയ്യുന്ന കണ്ടീഷൻ കൂടി എടുക്കാം. സെറ്റ് ചെയ്യുന്നത് ഏതാണ്? j ഈക്വൽ 1 k ഈക്വൽ 0. അതിൻ്റെ മീനിങ് k 0 ആണ്. k ഓൾവേസ് ഫിക്സ്ഡ് ആണ്. അപ്പോൾ k 0 ആയി. j എന്താണ് ഇവിടെ? ഡോണ്ട് കെയർ ആണ്. j ഡോണ്ട് കെയർ ആണ്. അടുത്തത് നോക്കാം. 1ൽ നിന്ന് 0ലോട്ട് മാറി. 1ൽ നിന്ന് 0ലോട്ട് വരുമ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് j ഡോണ്ട് കെയർ, k 1. അടുത്തത് 0 to 0. 0 to 0 എന്താ? ഓൾറെഡി മെൻഷൻ ചെയ്തു, 0 ഡോണ്ട് കെയർ ആണ് വരുന്നത്. ഈ രീതിയിൽ J1ഉം K1ഉം ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ J1 നമുക്ക് നെക്സ്റ്റ് ഫില്ല് ചെയ്യാം. J1 കറസ്പോണ്ടിങ് വരണമെങ്കിൽ Q1 ഡാഷ്. അപ്പോൾ 0 to 1. അപ്പോൾ Q1 0, Q1 ബാർ 1. 0യിൽ നിന്ന് 1ലോട്ട്, 0യിൽ നിന്ന് 1ലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നോക്കാം. j ഈക്വൽ 1 1 വരുന്നുണ്ട്. j 1 ആണ്, k 0 ആവാം 1ഉം വരാം. അപ്പോൾ എന്തായി? ഡോണ്ട് കെയർ ആയി. അടുത്തത് 1ൽ നിന്നും 0ലോട്ട്, 1ൽ നിന്നും 0ലോട്ടാണ്. 1ൽ നിന്നും 0ലോട്ട് വരണമെങ്കിൽ j ഡോണ്ട് കെയർ, k 1 ആയി. അടുത്തത് നോക്കുകയാണെങ്കിൽ 0 to 1. 0 to 1 വരണമെങ്കിൽ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട് 1 ഡോണ്ട് കെയർ. നെക്സ്റ്റ് 1 to 0. 1 to 0 ഡോണ്ട് കെയർ 1. 0 to 0 ആണ് ലാസ്റ്റ് കേസ്. 0 to 0. 0 to 0 വരണമെങ്കിൽ ഓൾറെഡി നമ്മൾ എഴുതിയതാണ് 0 to 0, 0 ഡോണ്ട് കെയർ, 0 ഡോണ്ട് കെയർ. ഇതാണ് എന്ത് വരുന്നത്? നമ്മളുടെ എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത്. വൺസ് എക്സൈറ്റേഷൻ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മളുടെ കെ മാപ്പ് വരച്ചിട്ട് സോൾവ് ചെയ്യുക. എന്തിന്? J3 K3, J2 K2, J1 K1. അപ്പം അതിനകത്ത് സോൾവ് ചെയ്യാൻ കെ മാപ്സ്. ഫസ്റ്റ് J3 എടുക്കുക. 3 വേരിയബിൾ ആണ്. 3 വേരിയബിൾ ആയതുകൊണ്ട് തന്നെ കെ മാപ്പിനകത്ത് 8 സ്ക്വയേഴ്സ് വരുന്ന കെ മാപ്പ് എടുത്തു. J3 ആണ് എടുക്കുന്നത്. J3 കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഇൻപുട്ട്സ് കൺസിഡർ ചെയ്യുന്നത്, ഇൻപുട്ട് നോക്കുന്നത് ഇവിടെ നോക്കാം. J3 ആണ്. J3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ 0 1 0 0 0 1 1 0 1 1. ഇവിടുത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇൻപുട്ട് നോക്കുക ഏതാണ്? Q3 Q2 Q1 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ Q3 Q2 Q1. അപ്പോൾ നോക്കാം, ഇവിടെ 0 1 2 3 4 5 6 7 മാപ്പ് ചെയ്യേണ്ടത് നോക്കാം. 0 0 0 3 zeros, 3 zeros, 4th 1 1, 4ൽ 1 വന്നു. പിന്നെ 5ൽ ഡോണ്ട് കെയർ, 5ൽ ഡോണ്ട് കെയർ ആണ്. പിന്നെ എന്താണ്? 6ഉം 7ഉം ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. 6ഉം 7ഉം മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഡോണ്ട് കെയർ. അപ്പോൾ അവിടെ എന്താണ്? ഡോണ്ട് കെയർ മാർക്ക് ചെയ്തു. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യണമെങ്കിൽ നോക്കാം. എന്താണ്? 1 നമ്മളുടെ 4 5 6 7 എല്ലാം ഡോണ്ട് കെയർസും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ദാറ്റ് ഈസ് J3 is equal to Q3 എന്ന് കിട്ടി. J3 is equal to Q3 എന്ന് കിട്ടി. ഓക്കെ,
നെക്സ്റ്റ് ഇതുപോലെ K3 എഴുതണം. K3 എഴുതാനായിട്ട് വീണ്ടും 0 1 0 0 0 1 1 1 1 0 ഇവിടെ 1 1 1 0 0 1 2 3 4 5 6 7. K3യുടെ കേസ് നോക്കുകയാണെങ്കിൽ എല്ലാം ഡോണ്ട് കെയർസ് ഒരു 1 വരുന്നുണ്ട്. 1 വരുന്നത് ലാസ്റ്റ് 0 1 2 3 ഫോർത്തിന് 1, ബാക്കി എല്ലാം ഡോണ്ട് കെയർസ്. പിന്നെ വരുന്ന 5ഉം 6ഉം 7ഉം എന്താണ്? എല്ലാം ഡോണ്ട് കെയർസ് ആയിട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ എന്താണ്? ഒരു 1ഉം ബാക്കി എല്ലാം ഡോണ്ട് കെയറും ആണെങ്കിൽ അതിനെ K3 = 1 എന്ന് കൺസിഡർ ചെയ്യാം. ഇതുപോലെ J2 എഴുതണം. നെക്സ്റ്റ് J2 Q3 Q2 Q1 0 1 0 0 0 1 1 1 1 0 0 1 2 3 4 5 6 and 7. Again J2യുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കാം 0 1 0 1 don't care 0 don't care 0. പിന്നെ എന്താണ്? 5ഉം 6ഉം 7ഉം ഡോണ്ട് കെയർസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? 1 ഡോണ്ട് കെയർ, ഇത് എന്താണ്? ഒരു ക്വാഡായിട്ട് എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ J2 = Q3 = 0ഉം Q3 = 1ഉം Q3 + Q3 ബാർ ക്യാൻസലായി. പിന്നെ വരുന്നത് എന്താണ്? ഈ രണ്ടെണ്ണമാണ് ഫോം ചെയ്യുന്നത് 0 1 1 1. അപ്പോൾ അതിൻ്റെ എന്താണ്? ഇവിടെ Q1 = 1 എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് = Q1. ഇതുപോലെ നെക്സ്റ്റ് J1 Q3 Q2 Q1 0 1 2 3 4 5 6 7 0 0 0 1 1 1 1 0 0 and 1. Again മാപ്പ് ചെയ്യുക. മാപ്പ് ചെയ്യുമ്പം K2 ആണ് ചെയ്യുന്നത്. ഡോണ്ട് കെയർ K2 ആണ് ചെയ്യുന്നത്. ഡോണ്ട് കെയർ 0 1 ഡോണ്ട് കെയർ 0 1 ഡോണ്ട് കെയർ. ബാക്കി എന്താണ്? വീണ്ടും 5 6 7 ഡോണ്ട് കെയർസ് ആണ്. അപ്പോൾ അഗെയിൻ ഇവിടെ എന്താണ്? ഒരു ക്വാഡ് ഫോം ചെയ്തു. സെയിം പ്രീവിയസിലുള്ള അതേ തന്നെയാണ് വരുന്നത്. K2 = Q1. ഇതുപോലെ നെക്സ്റ്റ് J1 ഒബ്റ്റെയിൻ ചെയ്യുക. സീറോ 0 0 1 1 1 1 0. ഇവിടെ 0 1 0 1 2 3 2 4 5 6 and 7. Again മാപ്പ് ചെയ്ത് നോക്കുക. J1 കറസ്പോണ്ടിങ് 1 ഡോണ്ട് കെയർ 1 ഡോണ്ട് കെയർ 0 1 ഡോണ്ട് കെയർ 1 ഡോണ്ട് കെയർ 0. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ബാക്കി 5 6 7 എല്ലാം ഡോണ്ട് കെയർസ്. അപ്പോൾ എന്താണ്? നമ്മളുടെ 1 ഡോണ്ട് കെയർ 1 2 3 ഫോം ചെയ്തു. 1 2 3 4 1 2 3 ഫോം ചെയ്യുമ്പോൾ Q3 = J1 = Q3 ബാർ ആണ് വരുന്നത്. Q3 ബാർ ആണ് വരുന്നത്. Q3 ബാർ. ബാക്കിയെല്ലാം എന്താണ്? എല്ലാം വന്നിട്ടുണ്ട്. ലാസ്റ്റ് K1 again 0 0 0 1 1 1 1 0 0 1 0 1 2 3 4 5 6 7. മാപ്പ് ചെയ്യുക. അതിനകത്ത് നോക്കാം ഡോണ്ട് കെയർ 1 ഡോണ്ട് കെയർ 1 ഡോണ്ട് കെയർ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡോണ്ട് കെയർ 1
ഡോണ്ട് കെയർ 1, ഡോണ്ട് കെയർ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. 1 2 3 4 5. ബാക്കിയെല്ലാം എന്താണ്? ഡോണ്ട് കെയർസ് ആണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ എന്ത് വരും? K1 ഇസ് ഈക്വൽ ടു എല്ലാം എന്താണ്? ഒരു ഒക്ട് ഫോം ചെയ്തു. K1 ഇസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? നമ്മളുടെ ഇക്വേഷൻസ്. വൺസ് ഇക്വേഷൻസ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യുക? സർക്യൂട്ട് ഡെവലപ്പ് ചെയ്യുക. സിങ്ക്രണസ് കൗണ്ടർ ആണ്. അതിനകത്ത് എല്ലാ ക്ലോക്സും കോമൺ ആയിട്ട് കണക്ട് ചെയ്യുക. എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം? 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം. കാരണം ഇതിനകത്ത് വരുന്ന നമ്പർ ഓഫ് കൗണ്ടിങ് സീക്വൻസ് 5, കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് 3. അപ്പോൾ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കുക. 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് എടുത്തിരുന്നത്. JK1, മൂന്ന് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. അതിനകത്ത് J3 K3 ഇൻപുട്ട്, ഔട്ട്പുട്ട് Q3 ബാർ ഔട്ട്പുട്ട്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് വരുന്നുണ്ട്. ക്ലോക്ക് എന്താണ്? ഒരു കോമൺ പോയിന്റിലോട്ട് ക്ലോക്ക് കണക്ട് ചെയ്തു. എഗെയിൻ രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് J2 K2 ഔട്ട്പുട്ട് Q2 ബാർ. എഗെയിൻ ക്ലോക്ക് വരുന്നുണ്ട്. ക്ലോക്ക് കോമൺ പോയിന്റിലോട്ട് കണക്ട് ചെയ്തു. അടുത്തത് തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് J1 K1 Q1 ബാർ. ക്ലോക്ക് ഉണ്ട്. ക്ലോക്ക് കോമൺ പോയിന്റിലോട്ട് കണക്ട് ചെയ്തു. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രിലിമിനറി ആയിട്ട് വരയ്ക്കേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് J3 K3 കറസ്പോണ്ടിങ്. J3 വരുന്നത് J3 is equal to Q3 ആണ് വരുന്നത്. അപ്പോൾ Q3 എടുത്തു, ഇങ്ങോട്ട് കൊടുത്തു. K3 എന്താ? 1 ആണ് വരുന്നത്. സോ K3 is equal to 1 ഞാനിവിടെ അപ്ലൈ ചെയ്തു. Q3 ആണ് എങ്ങോട്ട് വരുന്നത്? J3ലോട്ട് വരുന്നത്. നെക്സ്റ്റ് J2 Q1 ആണ്. J2ലോട്ട് Q1. J2 ഇൻപുട്ടിലോട്ട് Q1 കൊടുത്തു. അടുത്തത് K2ഉം Q1 ആണ് വരുന്നത്. അപ്പോൾ K2 Q1 വരുമ്പോൾ ഈ പോയിന്റിനകത്ത് തന്നെ ഞാൻ K2ലോട്ട് കൊടുത്തു. അടുത്തത് J1 Q3 ബാർ ആണ്. J1 Q3 ബാർ. അപ്പോൾ Q3 ബാർ ഉണ്ട്. Q3 ബാർ J1ലോട്ട് കണക്ട് ചെയ്തു. K1 is equal to 1 ആണ്. K1 1 കണക്ട് ചെയ്തു. നമുക്ക് ഔട്ട്പുട്ട് വരുന്ന പോയിന്റ് Q3 Q2 അതുപോലെ Q1. ഇതാണ് എന്ത് വരുന്നത്? നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ദ സർക്യൂട്ട് ഫോർ സിങ്ക്രണസ് മോഡ് 5 കൗണ്ടർ. ഇവിടെ എന്താണ്? കോമൺ ആയിട്ട് ഒരു ക്ലോക്ക് പൾസ് കൊടുത്തിട്ടുണ്ട്. കാരണം അത് സിങ്ക്രണസ് കൗണ്ടർ ആണ്. സോ ഇതാണ് എന്ത് വരുന്നത്? സിങ്ക്രണസ് മോഡ് 5 കൗണ്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് സ്റ്റേറ്റ് ഡയഗ്രം വരയ്ക്കുക. നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് കിട്ടിക്കഴിഞ്ഞാൽ എക്സൈറ്റേഷൻ ടേബിൾ എഴുതാം. എക്സൈറ്റേഷൻ ടേബിളിനകത്ത് നിന്നും K മാപ്സ് റെഡ്യൂസ് ചെയ്തു. അതിനുശേഷം ഫൈനലി സർക്യൂട്ട് ഡയഗ്രം വരച്ചു. സോ ദിസ് ഇസ് ദ ഡിസൈൻ. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മോഡ്യൂൾ 4ൻ്റെ പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷനാണ് ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത സെഷനിൽ നമ്മളുടെ ലാസ്റ്റ് മോഡ്യൂളായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷനായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ കീപ്പ് വാച്ചിങ് ദ ചാനൽ. താങ്ക് യു.